ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതും രുചികരമായിട്ടുള്ള ഒരു ചായക്കടിയാണ് ഈ ബജ്ജി. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കായ ബജ്ജിയാണ്. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ ബജ്ജി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ കായ ബജ്ജി മാത്രമല്ല കേട്ടോ, ഈ ഒരു കൂട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള ബജ്ജി വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതായത് കായ ബജ്ജി, മുളക് ബജ്ജി, മുട്ട ബജ്ജി, അങ്ങനെ ഏത് ബജ്ജി വേണേലും നിങ്ങൾക്ക് ഈ മാവ് കൊണ്ട് റെഡിയാക്കി എടുക്കാം. കായ എടുക്കുമ്പോൾ നമ്മുടെ കണ്ണങ്കായയാണ് ഇതിനായിട്ട് വേണ്ടത്. ഇതിനായിട്ട് നമ്മുടെ കായയുടെ പുറത്തെ തൊലിഭാഗം മാത്രമാണ് റിമൂവ് ചെയ്ത് കളയേണ്ടത്. അകത്തുള്ള ആ ഗ്രീൻ ഷെയ്ഡ് ഞാൻ കളയില്ല കേട്ടോ. ഇതുപോലെ കായയുടെ പുറത്തെ ഭാഗത്തുള്ള തൊലി മാത്രമാണ് ഞാൻ റിമൂവ് ചെയ്തേക്കുന്നത്. ഇനി ഈ കായ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. കായ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്ന് ഇനി നീളത്തിൽ അതൊന്ന് അരിഞ്ഞെടുക്കണം. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, എന്നാൽ മാത്രമേ നമ്മുടെ കായ വെന്ത് വരത്തുള്ളൂ. ഇതുപോലെ വളരെ തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കായിൽ നിന്ന് തന്നെ ഞാൻ ഇത്രയും പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജിയുടെ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ കടലപ്പൊടിയാണ്. ഞാനത് 3-4 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, എന്നാൽ ഒരു ക്രിസ്പി ആയിട്ടുള്ള ബജ്ജി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് ബ്രാൻഡിൻ്റെ വേണേലും എടുക്കാം കേട്ടോ കോൺഫ്ലവർ. ഈ മാവെല്ലാം എടുക്കേണ്ടത് നമ്മൾ എത്രയാണ് ബാറ്റർ റെഡിയാക്കുന്നത് അതിനനുസരിച്ച് വേണം എടുക്കാൻ. അരിപ്പൊടി ഉണ്ടെങ്കിൽ 2 സ്പൂണ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് അരിപ്പൊടി ചേർക്കാത്തത്. അരിപ്പൊടി ചേർക്കുമ്പോൾ പുട്ടിൻ്റെ പൊടി എടുക്കരുത്, ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ പൊടി എടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം കൂടി പോയാൽ കുറച്ച് കടലമാവോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ബാറ്ററിന് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഈ കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ട കായത്തിന് കുറച്ച് ഭാഗം എടുത്ത് ഈ ഒരു എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇനി ഈ മുരിഞ്ഞ കായം കൈകൊണ്ട് തന്നെ പൊടിച്ച് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുത്തു. കായപ്പൊടി ഇല്ലാത്തവർ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു നല്ല ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും, അതുമാത്രമല്ല കടലമാവാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ വയറിനൊക്കെ യാതൊരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ കായപ്പൊടിയോ അല്ലെങ്കിൽ കായമോ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കായയുടെ ഓരോരോ സ്ലൈസ് എടുത്ത് ബാറ്ററിലേക്ക് മുക്കിയിട്ട് എടുത്ത് പൊരിച്ചെടുക്കാം. കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയമിൽ ആക്കി വെക്കണം. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ കായ ബജ്ജി ഇവിടെ റെഡിയാണ്. ഇനി മുളക് ബജ്ജി ആണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പം മുട്ട ബജ്ജി തയ്യാറാക്കാനാണെങ്കിൽ മുട്ടയൊന്ന് ബോയിൽ ചെയ്ത ശേഷം 2ആയിട്ട് നടുകെ പിളർന്ന് എടുക്കുക. അതിനുശേഷം ഇതേ ബാറ്ററിൽ തന്നെ ഒന്ന് മുക്കി പൊരിച്ചെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ബജ്ജി ചമ്മന്തിയും അതിൻ്റെ കൂടെ ഒരു ചൂട് ചായ ഉണ്ടെങ്കിൽ സംഗതി കുശാൽ. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ട് കാണും വരെ ബൈ.